ഈ വന്യജീവി ആക്രമണത്തിലൊക്കെ കൃഷിനാശം ഉണ്ടാകുന്ന കർഷകർ, അവർക്കും നഷ്ടപരിഹാരം എന്നത് അകലെ തന്നെയാണ്. മലയോര മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഏല കർഷകർ, അവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ഏലച്ചെടി വന്യമൃഗ ആക്രമണത്തിൽ നശിച്ചാൽ നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് 7 രൂപ മാത്രമാണ്. ചക്കക്കൊമ്പന്റെ മറ്റ് കാട്ടാനകളുടെയും ശല്യമൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ചിന്നക്കനാൽ, പൂപ്പാറ മേഖലകളിലൊക്കെ തന്നെ ഏലം കർഷകരും അവിടുത്തെ തൊഴിലാളികളും ഒക്കെ വലിയ ദുരന്തത്തിലാണ് ഇപ്പോഴും. മലയോര കാർഷിക മേഖലയിലെ പ്രധാനികളിലൊന്നാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഏലത്തോട്ടങ്ങൾ. വന്യമൃഗ ആക്രമണങ്ങളിൽ ചെറുകിട ഏല കർഷകർക്കുണ്ടാവുന്ന നഷ്ടത്തിന്റെ കണക്ക് ചെറുതല്ല. ചിന്നക്കനാൽ, ശാന്തൻപാറ, പൂപ്പാറ മേഖലകളിലൊക്കെ സ്ഥിരമായി എത്തുന്ന ചക്കക്കൊമ്പനും മറ്റ് കാട്ടാനകളും നാശം വിതയ്ക്കുന്നത് ഏറെയും ഏലത്തോട്ടങ്ങളിലാണ്. പലപ്പോഴും ദിവസങ്ങളോളം കർഷകർക്ക് ഏലത്തോട്ടങ്ങൾ പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലേത്. ഈ ഒരു തോട്ടത്തിൽ ഒരു 4 ദിവസത്തോളം ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഒന്ന് ശരിക്കും മാസം വിളിച്ച അപേക്ഷയായിട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതുപോലൊരു ചിമ്പിന് നമുക്കിന്ന് 100 രൂപ മുതൽ 300 രൂപ വരെ മുടക്ക് വരും. ഇതൊരു 100ഓളം ചിമ്പ് വരുന്ന ഈ ഒരു ചോട് ആന കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 7 രൂപയാണ്. നഷ്ടപരിഹാരത്തിനായി ദിവസങ്ങളോളം ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കണം. അപേക്ഷ നൽകാൻ ചിലവാകുന്ന വണ്ടിക്കൂലി പോലും നഷ്ടപരിഹാര തുകയായി കർഷകർക്ക് ലഭിക്കത്തതുമില്ല. ആനയായിട്ടും പന്നിയായിട്ടും കുരങ്ങായിട്ടും എല്ലാം ഇതിലും കർഷകർക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം നാശനഷ്ടം ഉണ്ടാകുമ്പോഴും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു നഷ്ടപരിഹാരം തരാം, അതായതെന്ന് പറയുന്നതല്ലാതെ ഒരു നഷ്ടപരിഹാരം ഇന്നേ വരെ ഒരു കർഷകനും കിട്ടിയിട്ടില്ല. കർഷകരെല്ലാം കൃഷിയും കൊണ്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ കൃഷിയെ സംരക്ഷിക്കാനായിട്ട് വനം വകുപ്പും സർക്കാരും തയ്യാറാവണം. കാട്ടാനയെ കൂടാതെ കുരങ്ങ്, കാട്ടുപന്നി എന്നിവയുടെയും ആക്രമണം രൂക്ഷമാണ്. അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക ലഭിക്കാത്തതിനാൽ അപേക്ഷ നൽകാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമാണ് കർഷകർക്കിടയിലുള്ളത്. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.